ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാനുണ്ട്. പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് വന്നവരെ ദൈവം നിരാശയോടെ ഇന്ന് പറഞ്ഞു വിടത്തില്ല. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ എന്നോട് സംസാരിക്കണമേ. ദൈവമേ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി നോക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് ഹൃദ്യമായി അവിടുന്ന് ഇടപെടണമേ. ഈ പന്തലിൽ കടന്നു വന്നതുപോലെയല്ല, ഹൃദയത്തിൽ രൂപാന്തരം വന്നവരായി, ഇതുവരെ മറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കപ്പെട്ടവരായി, മറനീക്കി കാണിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ ചലിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ശബ്ദമുയർത്തി വായിക്കും. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതു തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഈ വാക്യം വളരെ സുപരിചിതമായ വാക്യഭാഗങ്ങളാകുന്നു. ഇത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതേണ്ടി വന്നതിനെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ എടുത്ത് അതിൻ്റെ ആ സന്ദർഭം പറയുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഈ വാക്യം മനപ്പാഠം പഠിക്കാൻ സാധിക്കും, ഈ വാക്യം ഉരുവിടാൻ സാധിക്കും, ഒരർത്ഥവും മനസ്സിലാക്കാതെ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എന്ന് അർത്ഥമറിയാതെ ഉരുവിടാൻ സാധിക്കുമെന്നാൽ ഇത് പറയിപ്പിച്ച സാഹചര്യം എന്താണ്? ഇത് പൗലോസ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ, അപ്പോസ്തലപ്രവൃത്തി 16 മുതൽ കിടക്കുന്നു 2-ാമത്തെ മിഷണറി യാത്ര. നിയോഗത്തോടെ താൻ ഫിലിപ്പിയ പട്ടണത്തിൽ ആദ്യം പോകുന്നു. ഫിലിപ്പിയയിൽ നിന്ന് തെസ്സലോനിക്ക പട്ടണത്തിൽ പോകുന്നു. കേവലം 2-3 ആഴ്ചകൾ മാത്രം നിന്ന് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായി വരുന്നു. ബെറിയയിൽ ചെല്ലുന്നു, അഥാന്യയിൽ ചെല്ലുന്നു. 18-ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായം നോക്കിയാൽ താൻ ഈ കൊരിന്ത് പട്ടണത്തിൽ വരുന്നു. കൊരിന്ത് പട്ടണം അഥാന്യ പോലെയുള്ള ഒരു പട്ടണമല്ല. കൊരിന്ത് പട്ടണത്തെ പറ്റി പഠിച്ചാൽ, അതിനെ പറ്റി പഠിച്ചവർ, പ്രഭാഷണം കേട്ടവർ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിലെ വളരെ ധനമുള്ള, കച്ചവടത്തിനൊക്കെ വളരെ പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുമ്പോൾ. ഇങ്ങനെയാണ് ഒരു ചരിത്രകാരൻ ഈ പട്ടണത്തെ വിളിച്ചത്. കൊരിന്ത് ഈസ് എ ബ്രിഡ്ജ് ഓഫ് ദ ഗ്രീസ് എന്ന് പറഞ്ഞാൽ 2 വശത്തും സമുദ്രം, സമുദ്രത്തിന്റെ നടുക്ക് കിടക്കുന്ന ഒരു കരയാണ് ഇസ്ത്മസ് എന്നതിനെ പറയും ഈ കൊരിന്ത് പട്ടണം. അപ്പോൾ ഒരു വശത്തു നിന്നും ചരക്കുമായി വരുന്ന കപ്പലുകൾ ചരക്കിറക്കി വെച്ച് ഈ കരയിലൂടെ ഏകദേശം 40-41 മൈലുകൾ അക്കരെ വന്ന് ഈ കറങ്ങിപ്പോകുന്ന ദുഷ്കരമായതുകൊണ്ട് കൊരിന്ത് പട്ടണത്തിലൂടെ കടന്നു പോകാത്തവർ ചുരുക്കമാണ്. അങ്ങനെ കച്ചവട സാധ്യതയുള്ള സ്ഥലം, ഇഷ്ടംപോലെ ധനമുള്ള സ്ഥലം. അത് മാത്രമല്ല, തത്വചിന്തകന്മാർ അഥാന്യയിൽ കണ്ടതുപോലെ യവനായ തത്വചിന്തകന്മാരുടെ ആശയങ്ങൾ ശരിക്ക് വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൊരിന്ത് പട്ടണം. ധനമുണ്ട്, തത്വചിന്തയുണ്ട്, ഇതിൻ്റെ കൂടെ എല്ലാം മേളിൽ അഫ്രോഡിറ്റസ് എന്ന പേരുള്ള ഒരു ദേവതയ്ക്ക് വേണ്ടി നേർന്ന ഒരമ്പലം ഈ പട്ടണത്ത് സ്ഥിതി ചെയ്തിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബലഹീനനായ പൗലോസ്, ചരിത്രം പറയുന്ന ഏകദേശം 5 അടി 2 ഇഞ്ചോളം ഹൈറ്റുള്ള പൗലോസ്,
അനേക ഇടങ്ങളിൽ വെച്ച് ഇതിനു മുമ്പുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ അഥാനയിൽ നിന്ന് പോലും താൻ ഉദ്ദേശിച്ച ഫലമൊന്നും അവിടെ കണ്ടില്ല. കുറച്ചാളുകൾ വിശ്വസിച്ചു എന്ന് 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. താൻ ഇവിടെ വന്നതിനെ കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് 1 കൊരിന്ത്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, I came to you in weakness and with great fear and trembling. വളരെ ഭയത്തോടെ വിറയലോടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു. രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവ നിയോഗത്തോടെ ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദൈവ നിയോഗത്താൽ ഒരു സ്ഥലത്ത് കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് അന്യ ആരാധനയുടെ കൂടാണെങ്കിലും, അത് തത്വശാസ്ത്രത്തിന്റെ കൂടാണെങ്കിലും, അതിന്റെ നടുവിൽ ഒരു സഭ സ്ഥാപിക്കുവാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. അനേക നാളുകളായി പാടുപെടുന്നവർ, പയറ്റുന്നവർ ഇവിടെ ഒരു വേല കാണുവാൻ ആഗ്രഹമുണ്ട് എന്ന് കരുതുന്ന ലേ പീപ്പിൾ, വിശ്വാസികൾ, ശുശ്രൂഷകന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമേ, കൊരിന്തിൽ ഒരു സഭയെന്ന് പറഞ്ഞാൽ മാനുഷികമായി അത് സാധ്യമല്ല. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 1 കൊരിന്ത്യർ 1-ന്റെ 2-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധരുമായവർക്കു തന്നെ എഴുതുന്നത്. ആ 1-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലായിരിക്കും മലയാളത്തിൽ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ടു ദ ചർച്ച് ഓഫ് ഗോഡ് ഇൻ കൊരിന്ത്. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 1-ാമത്തെ അധ്യായം 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. ശ്രദ്ധിക്കണേ, കൊരിന്തിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു എഴുത്താ. കാരണം തെസ്സലോനിക്കയിലേക്കൊക്കെ പൗലോസ് എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നെന്നാ പറയുന്നത്. കൊരിന്ത് സഭയ്ക്ക് എഴുതുന്നു എന്നല്ല പൗലോസ് പറയുന്നേ, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. കാരണം കൊരിന്തിലുള്ള സഭ എന്ന് പറയാൻ തന്നെ വിഷമമാ. ഇത്ര മ്ലേച്ഛമായി കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കൊരിന്തിൽ ദൈവത്തിന് ഒരു സഭയുണ്ട് എന്ന് പൗലോസ് പറയുക. റാണി പ്രദേശങ്ങളിൽ ചുറ്റുവട്ടത്തിൽ നിന്നും കടന്നു വന്നവരെ, നിങ്ങളുടെ സ്ഥലത്ത് ദൈവത്തിനൊരു കൂട്ടം ദൈവം തന്നതിനായി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാമോ? കൊരിന്തിലുള്ള ദൈവത്തിന്റെ സഭ. ഇവിടെ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 18:11 പ്രകാരം 1.5 വർഷം താൻ ശുശ്രൂഷിച്ചു. അത് പൗലോസിന്റെ ഐറ്റിനറി വെച്ച് നോക്കിയാൽ വളരെ കൂടുതലാണ്. ഇതിനെക്കാട്ടിൽ കൂടുതൽ പൗലോസ് ഒരിടത്ത് മാത്രമേ താമസിച്ചുള്ളൂ. എഫെസസിൽ 3 വർഷം താമസിച്ചു. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഈ 3 വർഷത്തെ ട്രാൻസ്ഫർ സിസ്റ്റം ഒക്കെ വന്നതെന്ന് ഞാൻ കരുതുന്നത്. എഫെസസിൽ 3 വർഷം, കൊരിന്തിൽ 1.5 വർഷം, 18 മാസം. വളരെ അനുഗ്രഹീതമായ ഒരു സഭ ഉടലെടുത്തു. അനുഗ്രഹീതമെന്ന് പറയുമ്പോൾ അവിശ്വസനീയമായ രീതിയിലുള്ള ചില മാനസാന്തരങ്ങൾ അവിടെ ഉണ്ടായി. 18-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 8-ാമത്തെ വാക്യം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടി കർത്താവിൽ വിശ്വസിച്ചു. ഒന്ന് ശ്രദ്ധിക്കാമോ? ഈ കൊരിന്ത് പട്ടണത്തിൽ യവനന്മാരും യവനന്മാരോടൊപ്പം യഹൂദന്മാരും താമസിച്ചിരുന്നു എന്നതിന്റെ ഒരു സൂചനയാണത്. അവിടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. പൗലോസ് ദൈവ നിയോഗത്തിൽ അവിടെ ചെന്നപ്പോൾ മ്ലേച്ഛതയുടെ നടുവിൽ, അമ്പലത്തിന്റെ നടുവിൽ ഒരു സഭ ഉണ്ടായതിന്റെ അകത്തേക്ക് ദൈവം കൊണ്ടുവന്നത് ആരെയാണെന്നറിയാമോ? സിനഗോഗ് ലീഡറായ, സിനഗോഗിന് നേതൃത്വം നൽകുന്ന എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, ചിലപ്പോൾ വിശ്വാസത്താലൊക്കെ ഏറ്റു പറയും, കർത്താവേ ഈ ദേശത്ത് നിന്ന് ചില വൻ മരങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഇതുപോലെ കൊരിന്തിലൊരു വലിയ വൻമരം അടർന്നു വീണു ദൈവസഭയിലേക്ക്.
ഈ 95-ാമത്തെ സെന്റർ കൺവെൻഷൻ കഴിഞ്ഞു മടങ്ങിപ്പോകുമ്പോൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്ക്. ചില ക്രിസ്പോസുമാർ അനേക നാളുകളായി നേരെ നിന്നവർ ഈ വചനത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ ചിലത് വേരോടെ താഴെ വീഴുന്ന, യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുന്ന ദിവസങ്ങൾ ആസന്നമായി എന്ന് വചനത്താൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്മെന്റ്. ഈ കൊരിന്തിൽ ഒരു സഭയുണ്ടായത് ഒരു മൂവ്മെന്റ് ആയിരുന്നു. ക്രിസ്പസിനെ പോലുള്ള ആള് സഭയിൽ വന്നു. ഒരു കാര്യം കൂടെ അപ്പോസ്തല പ്രവൃത്തിയിൽ പരാമർശിച്ചിട്ട് കൊരിന്ത് ഭാഗത്തേക്ക് വരുവാൻ, ലേഖനത്തിന്റെ ഭാഗത്തേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്മസ് കഴിഞ്ഞിട്ട്, ക്രിസ്മസ് മാനസാന്തരപ്പെട്ട് ദൈവസഭയിൽ പോയപ്പോൾ അടുത്തതായി വന്നയാളാണ് സോസ്തനസ് എന്ന് പേരുള്ള മനുഷ്യൻ. പൗലോസിന്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടപ്പെടാതെ ഇവിടെ കുറെ ആളുകൾ കൊരിന്ത് പട്ടണത്തിൽ നിന്ന് ഇളകി അവിടത്തെ പ്രൊക്കൺസിലായിരുന്ന ഗാലിയോയുടെ മുമ്പിൽ ചെന്ന്, ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ 18-14 മുതലുള്ള ഭാഗങ്ങളാണ്. ഗാലിയോയുടെ മുമ്പിൽ കേസ് വാദിക്കാൻ ചെന്നു. ഗാലിയോ പറഞ്ഞു, ഇത് നിങ്ങളെ യഹൂദന്മാരുടെ ഇടയിലുള്ള കാര്യമാണ്, ഇതിനകത്ത് എന്നെ പിടിച്ച് ഏൽപ്പിക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ ഇതിനകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 18-17 വാക്യം ഒന്ന് വായിക്കാമോ? അത് വായിക്കണം. 18-17 വാക്യം. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച്. ശ്രദ്ധിക്കണേ, എന്തിനാ പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ചത്? ഇവനൊന്നും ചെയ്തില്ലല്ലോ. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് പൗലോസ് എന്ന പ്രീച്ചറിനെതിരെയുള്ള കേസിന്, ഇതൊരു വലിയ കേസ് കൊടുത്തിരിക്കുക ഗാലിയോയുടെ മുമ്പിൽ. ഈ കേസിനെ വാദിക്കേണ്ടത് സിനഗോഗിന്റെ നേതാവാ. അപ്പൊ സോസ്തനസ് വേണം ഗാലിയോട് പറയാൻ, ദാ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ എല്ലാവരെയും, പൗലോസിനെ ചൂണ്ടി പറയണം, ഈ മനുഷ്യൻ എല്ലാവരെയും വഴിതെറ്റിക്കുന്നവനാണ്, ഞങ്ങളുടെ സമ്പ്രദായത്തിന് വിപരീതമായി ചെയ്യേണ്ടവനാണ്. പക്ഷേ ഗാലിയോ പറയുന്നു, ഈ കേസ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാവരും നേരെ തിരിഞ്ഞ് സോസ്തനസിനെ എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ശരിക്കും അടിച്ചു സോസ്തനസിനെ. എന്താ ഇതെന്നറിയാമോ പ്രിയ ദൈവമക്കളെ? 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ വായിക്കുന്നത്? പൗലോസ് എന്ന അപ്പോസ്തലനും സോസ്തനസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. ആരാ ഈ സോസ്തനസ്? സോസ്തനസിന്റെ മനസ്സിൽ ഒരു കാര്യം അറിയാമായിരുന്നു. എന്റെ മുമ്പ് സിനഗോഗിൽ ഇരുന്ന നേതാവായ ക്രിസ്പസ് ഈ പൗലോസിന്റെ പറഞ്ഞ യേശുവിന്റെ അടുക്കൽ പോയത് അവന് പണം വേണ്ടിയിട്ടല്ല. ക്രിസ്പസ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടത് വീട് വെക്കാനല്ല. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിൽ ചിന്തിച്ച് വാദിക്കേണ്ടത് പോലെ അവൻ വാദിച്ചില്ല. ഇരുമനസ്സുള്ളവനായി നിന്നപ്പോൾ ചില അടി അവന്റെ മേൽ പതിഞ്ഞു. അവന്റെ കണ്ണു തുറന്നു. അവൻ ഉറപ്പായി പൗലോസിന്റെ അടുക്കൽ വന്നു. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഈ ദേശത്ത് നിന്ന് ആടി നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്, ഈ ദേശത്തിലുണ്ട്. അങ്ങോട്ടൊരു കാല് വെക്കണമോ ഇങ്ങോട്ടൊരു കാല് വെക്കണമോ? ക്രിസ്മസിന്റെ സാക്ഷ്യം അവർ കേട്ടിട്ടുണ്ട്. സ്വസ്ഥനസുമാരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അടികൾ പതിയുന്നതിന് മുമ്പ് തീരുമാനമെടുക്ക, സത്യസുവിശേഷത്തിന്റെ അടുക്കലേക്ക് ഓടിവാ. അനുഗ്രഹീതമായ ഒരു സഭ, അവർക്ക് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. മൈക്ക് കൊടുത്താൽ പറയും, ഇവിടെ സഭയ്ക്ക് ഒരു സാധ്യതയില്ലായിരുന്നു, പൗലോസ് വന്നുകൊണ്ടാണ് ഇവിടെ സഭ സ്ഥാപിച്ചത്. നിങ്ങൾക്കറിയാമോ, 1.5 വർഷം ഞങ്ങളെ ബൈബിൾ പഠിപ്പിച്ചു. ഞങ്ങളുടെ വിശ്വാസികൾ ആരൊക്കെയാണെന്നറിയാമോ? ഞങ്ങളുടെ വിശ്വാസികളിൽ ക്രിസ്മസ് ഉണ്ട്, ഞങ്ങളുടെ വിശ്വാസികൾ സ്വസ്ഥനസ് ഉണ്ട്. പിന്നെ ഇവിടത്തെ വിഷയം ലേഖനം പിന്നെ എന്തിനാ എഴുതുന്നത്? പൊതുവായ ലേഖനത്തെ കുറിച്ച് അറിവുള്ളവർക്ക്, ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാം, എല്ലാ ലേഖനവും എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനാണ്. ഇങ്ങനെ ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ലേഖനങ്ങൾ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ലേഖനം ഇങ്ങനെ ഇറങ്ങി. റോമാലേഖനം, 1 കൊരിന്ത്യർ, ഇതെല്ലാം വരാൻ കാര്യം പ്രശ്നം. പൗലോസ് അവിടെ വിട്ടു.
1.5 വർഷം കഴിഞ്ഞ് പോയി. ഏകദേശം 3 വർഷങ്ങളുടെ കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ചെവിയിൽ 1 കൊരിന്ത്യർ 1:11 വാക്യം. 1 കൊരിന്ത്യർ 1:11. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അയ്യോ, ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ വാക്യങ്ങൾ. ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടി, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ നിമിത്തം എനിക്ക് അറിവ് കിട്ടി എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ഇന്ന് ഏതെങ്കിലും വിഷയങ്ങൾ അറിഞ്ഞ് പ്രസംഗിച്ചാൽ ആ പ്രസംഗകനെ പിന്നെ വിടത്തില്ല. ആ പ്രസംഗനെ പറയും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പ്രസംഗിച്ചത്, ഞങ്ങളെ കുത്തുവല്ലായിരുന്നോ, ഇതൊക്കെ പറയും. പൗലോസ് ആദ്യമേ അങ്ങ് പറയുക. പൗലോസിന്റെ അടുക്കൽ ചെന്ന് ചെവിയിൽ പറയുമ്പോഴേ ഓർത്തോണം പൗലോസ് ആരാ ഇത് പറഞ്ഞതെന്നും പറയും, അത് ഉറപ്പായും പരസ്യമായി പറയുകയും ചെയ്യും. മനസ്സിലാക്കുന്നുണ്ടോ പൗലോസിന്റെ രീതി? പൗലോസ് ലേഖനം എഴുതുമ്പോ പറയും, ഇതാരോ എന്നോട് പറഞ്ഞെന്നല്ല പറയുന്നത്, ക്ലോവയുടെ ആളുകൾ. അയ്യോ, അപ്പൊ അവർക്ക് എന്തോ തോന്നും ക്ലോവയിലെ ആളുകൾ, അതൊന്നും വിഷയമല്ല. ക്ലോവയുടെ ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഭിന്നത, ഈർഷ്യ, പിണക്കം. ഇത് മാത്രമല്ല സാഹചര്യം. 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കുക, 1 കൊരിന്ത്യർ 16-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വരുമ്പോൾ സ്തെഫനസും ഫോർച്യുനറ്റസും അഖായിക്കസും 3 പേർ പൗലോസിനെ സന്ദർശിക്കാൻ വരുന്നു. അപ്പൊ 2 വശത്തൂടെ തനിക്ക് റിപ്പോർട്ട് കിട്ടുക. താൻ സ്ഥാപിച്ച സഭയാണ്, വലിയ മാനസാന്തരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 2 ആളുകൾ നിമിത്തം സഭയുടെ ആത്മീയ അന്തരീക്ഷം എന്നൊന്നും പറയാനൊക്കത്തില്ല. കാരണം ആത്മീയ അന്തരീക്ഷം ഭയങ്കരമായി നിറഞ്ഞു നിൽക്കുന്ന സഭയാണിത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 1 കൊരിന്ത്യർ 1:5 വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, സകല വചനത്തിലും പരിജ്ഞാനത്തിലും ഇവരാരായിരുന്നു? ഇവർ സമ്പന്നരായിരുന്നു. അപ്പം വചന ശുശ്രൂഷയുടെ കുറവിനെ കുറിച്ചല്ല പൗലോസിനെ കൂടി ഈ ക്ലോവയിലെ ആളുകൾ പറഞ്ഞത്. ഭയങ്കര വചന ശുശ്രൂഷ, ഭയങ്കര വചന പരിജ്ഞാനം, കൂടെ കൂടെ ക്വിസുകൾ നടക്കുന്നു. ക്വിസുകൾ ഫസ്റ്റ് 2 പേരൊക്കെയാ വരുന്നത്. മെമ്മറി വേഴ്സ് പറയുന്ന ആകെ പ്രശ്നം വചന പരിജ്ഞാനം. ഇനി സാധാരണ ഗതിയിൽ കാണുന്നത് വചനമുള്ളിടത്ത് കൃപാവരം കാണത്തില്ല, കൃപാവരമുള്ളിടത്ത് വചനം കാണത്തില്ല. ഇങ്ങനെ ഒരു പൊളാരിറ്റി കാണാൻ സാധിക്കും. എന്നാൽ കൊരിന്തിലെ പ്രത്യേകത അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വചന പരിജ്ഞാനം മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ശ്രദ്ധിച്ചോ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ. ഇങ്ങനൊരു സഭയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവമക്കളെ? ഇതൊരു സെൻട്രൽ കൺവെൻഷൻ ആണല്ലോ, വിവിധ സഭകളിൽ നിന്നാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇങ്ങനൊരു സഭയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമൂഹത്തിലെ ഉന്നതർ ആ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു. വചന പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അവർക്കുണ്ട്. അവർക്ക് പ്രശംസിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് യാതൊരു കൃപാവരത്തിലും കുറവില്ല. പിന്നെ ക്ലോവയുടെ ആളുകൾ പറഞ്ഞത് അങ്ങ് തള്ളിയാ പോരായിരുന്നോ? ക്ലോവയിലെ ആളുകൾ വന്ന് പറഞ്ഞപ്പോ, പൗലോസിന്റെ ചെവി പറഞ്ഞപ്പോ പൗലോസ് എന്തോ പറയണമായിരുന്നു? അതൊക്കെ മനുഷ്യരല്ലേ, അതൊക്കെ സാധാരണമല്ലേ, അതങ്ങ് വിട്ടാ പോരായിരുന്നോ? അതങ്ങ് ലഘൂകരിച്ചാ പോരായിരുന്നോ? സഭയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വചനമുണ്ടല്ലോ, അത് പോരെ, മറ്റൊക്കെ ഒരു സൈഡിൽ കൂടെ പൊക്കോളും എന്ന് പറഞ്ഞ് വിട്ടാ പോരായിരുന്നോ? പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വാക്യങ്ങളാ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയുന്നത്. ആത്മീകതയുടെ ലക്ഷണമായി വചന പരിജ്ഞാനത്തെ കരുതരുത്. വചന പരിജ്ഞാനം നല്ലതാ, മെമ്മറി വേഴ്സ് നല്ലതാ, കൃപാവരങ്ങൾ നല്ലതാ. ഇതിന്റെ എല്ലാം നടുവിൽ ഇതിനെയെല്ലാം ക്യാൻസൽ ആക്കുന്നതാ
ഈർഷ്യയും പിണക്കവും. രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളെ കാണിപ്പാൻ തുടങ്ങിയ 3-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലുള്ള രണ്ട് പദങ്ങൾ ഇതുവരെ അടിവരയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് അടിവരയിടണം. 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യത്തിലുമുള്ള പദങ്ങൾ ഒന്ന് വായിക്കാമോ? 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കി നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയും നടക്കുന്നവരുമല്ലയോ? ഒന്ന് ശ്രദ്ധിക്കണം. അടിവരയിടാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവർ അല്ലയോ? 4-ാമത്തെ വാക്യത്തിലും ഇതിനോട് സമമായിട്ടുള്ള ഒരു പദമുണ്ട്. വായിക്കാമോ 4-ാമത്തെ വാക്യം? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? വരയിടണം. നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ആവർത്തിക്കട്ടെ ഞാൻ ആ വാക്കുകൾ. 3-ാമത്തെ വാക്യത്തിൽ കണ്ടത് നിങ്ങൾ ശേഷം മനുഷ്യർ നടക്കുന്നത് പോലെയല്ലേ നടക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഈ സെന്റർ കൺവെൻഷനിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സാധാരണ മനുഷ്യരാണോ? നിങ്ങൾ അസാധാരണ മനുഷ്യരാണോ? നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരാണോ? നിങ്ങൾ ഉന്നത വിളിക്ക് യോഗ്യരായവരാണോ? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, അന്യഭാഷ ഉണ്ടെങ്കിലും ശേഷം മനുഷ്യനെ പോലെ ആകാൻ സാധ്യതയുണ്ട്. വചനമുണ്ടെങ്കിലും മനുഷ്യർ നടക്കുന്നത് പോലെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു സാഹചര്യം കൂടെ ഉണ്ട് കേട്ടോ. ക്ലോവയിലെ ആളുകൾ പറഞ്ഞു, സ്തേഫാനോസിന്റെ ഭവനക്കാർ പറഞ്ഞു, 1 കൊരിന്ത്യർ 7:1 ഇവര് നീണ്ടൊരു ലിസ്റ്റ് എഴുതി ചോദിച്ചു പൗലോസിനോട്, ഞങ്ങൾക്ക് കുറെ കാര്യത്തെ കുറിച്ചൊക്കെ അറിയാൻ സാധ്യതയുണ്ടോ? 7:1 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവർക്ക് ഒരുപാട് ചോദ്യമുണ്ട്. എന്തിനെ പറ്റിയുള്ള ചോദ്യം? വിവാഹത്തെ പറ്റിയുള്ള ചോദ്യം, വിഗ്രഹ അർപ്പിതത്തെ പറ്റിയുള്ള ചോദ്യം. ഇങ്ങനെ ചോദ്യങ്ങളുള്ള പൗലോസ് പറയാ, ഈ ചോദ്യമൊക്കെ ഞാൻ സെക്കൻഡ് ഫേസിൽ ഡീൽ ചെയ്യാം. ഈ ചോദ്യത്തെ കാട്ടിലൊക്കെ പ്രധാന പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നിങ്ങളത് അറിയുന്നില്ല. പക്ഷെ ആത്മകണ്ണുള്ള അപ്പോസ്തലൻ അത് കാണുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ പന്തലിൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ആത്മകണ്ണുള്ളവർക്ക് കാണാമോ ദൈവസഭയിൽ വന്ന ശൂന്യത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതോ മ്യൂസിക്കിന്റെ ശബ്ദത്തിൽ ആ ശൂന്യത നമ്മൾ മറന്നോ? ആത്മഭാരത്തോടെ ഇന്ന് ഈ പന്തലിൽ ഇരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇത് സാധാരണ മനുഷ്യരെ പോലെയാണല്ലോ പാസ്റ്ററെ. ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഈ സെന്റർ കൺവെൻഷന് തുടർമാനമായി സാധാരണ മനുഷ്യരെ പോലെയല്ല, അസാധാരണ മനുഷ്യരുടെ ഒരു കൂട്ടത്തെ ദൈവം ഈ സെന്ററിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. വചനപരിജ്ഞാനം വേണ്ടാതെ വെക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. കൃപാവരങ്ങൾ വേണ്ടാതെ വെക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. അതിനോടൊപ്പം അസാധാരണ മനുഷ്യർ ഉണ്ടാകണം. ആത്മഭാരത്തോടെ പൗലോസ് പറയുക, നിങ്ങളുടെ ലിസ്റ്റുകളൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനെക്കാട്ടി പ്രധാനമാ ക്ലോവയുടെ ആളുകൾ എന്നോട് പറഞ്ഞത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നിന്നും 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഈ കുറിവാക്യം പറയിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ആത്മീകമായി 2-3 വർഷം കഴിഞ്ഞപ്പോൾ, ഓർത്ത് നോക്കണേ, 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം അകത്ത് കൊരിന്തിലുണ്ടായെങ്കിൽ 30 വർഷം കഴിഞ്ഞവർക്ക് എത്രമാത്രം ഉണ്ടാവും? അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ച സഭയിൽ 3 വർഷം കഴിഞ്ഞപ്പം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് ഒന്നും അല്ലല്ലോ നമ്മുടെ പാസ്റ്റർ,
നമ്മുടെ പാസ്റ്റർമാരോ നമ്മുടെ ശുശ്രൂഷകന്മാരോ ശുശ്രൂഷിക്കുന്നിടത്ത് കൊരിന്തിലെ പോലെ സകല കൃപാവരങ്ങളിലും നമ്മൾ നിറഞ്ഞിട്ടില്ലല്ലോ. എത്രയധികം ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. 1:26 മുതൽ 29 വരെയുള്ള കുറിവാക്യത്തിൽ നിന്നും 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ തുടങ്ങിയ ആ കുറിവാക്യങ്ങളിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2, ആ കുറിവാക്യത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള നമ്മുടെ വിളിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 3, വിളിയുടെ ഉദ്ദേശത്തെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ ആ ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം ചിന്തിച്ചിട്ട് ഓഫറിങ്ങിനായുള്ള സമയം എടുക്കാൻ പോവുകയാണ്. ഈ പൗലോസ് കൊരിന്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ക്രൂശിന്റെ വചനത്തെ കുറിച്ച് 1:17 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, 17 ആദ്യമായി ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിസ്ഡം എന്നൊരു വാക്ക്, ജ്ഞാനം എന്നുള്ള വാക്ക് പറയുന്നു. എന്നിട്ട് 18 വാക്യത്തിൽ പറയുന്നു, ക്രൂശിന്റെ ഈ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. പൗലോസ് അവരോട് പറയുക, എന്റെ പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ജ്ഞാനികളാണോ നിങ്ങൾ ഭോഷന്മാരാണോ? നിങ്ങൾ ഭോഷന്മാരായിരുന്നു. കാരണം കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചു, ജ്ഞാനികളെ രചിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷന്മാരെയാ തെരഞ്ഞെടുത്തത്. നിങ്ങൾ ഭോഷന്മാരായിരുന്നു. ഈ സന്ദേശം തന്നെ ഒരു ഭോഷത്വമാ കേൾക്കുന്നവർക്ക്. കാരണം അതിന്റെ 21 അധ്യായം 22-ാമത്തെയും 23-ാമത്തെയും വാക്യം ഒന്ന് വായിക്കാമോ? ദൈവത്തിന്റെ സ്വഭാവത്തെ എങ്ങനെയാ ഇവിടെ വെളിവാക്കിയിരിക്കുന്നത്? 1:22-23 വായിക്കാമോ? യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും. യഹൂദന്മാർക്ക് ഈ സന്ദേശം എന്താ? ഇത് ഇടർച്ചയാണ്. യവനന്മാർക്ക് ഭോഷത്വവും. വായിക്കാമോ അത്? ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ശ്രദ്ധിക്കണം, ഇതെന്താ ഈ ക്രൂശിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ സ്വഭാവം 1 കൊരിന്ത്യർ 1:19 മുതൽ വായിക്കുമ്പോ പറയുക, ദൈവജ്ഞാനികളുടെ ജ്ഞാനം തകർക്കും. ഈ ജ്ഞാനികൾക്ക് ജ്ഞാനത്തിൽ ഈ സുവിശേഷം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം തകർക്കും. ഈ ക്രൂശിന്റെ വചനമെന്നുള്ളത് യഹൂദന്മാർക്ക് ഇത് ഇടർച്ചയാന്ന് പറയാൻ കാര്യം, ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക 21-ാം അധ്യായത്തിൽ, മരത്തിൽ തൂങ്ങുന്നവനേവനും ശപിക്കപ്പെട്ടവൻ. ബൈബിൾ പഠിച്ചിരിക്കുക, രാവിലെ മുതൽ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക. മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. ക്രൂശിലേക്ക് നോക്കിയപ്പം ഈ ശാപമായവനാണോ എന്റെ രക്ഷിതാവായി വരുന്നത്? ഇതൊരിക്കലും സംഭവിക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല. ഇടർച്ചയാണ്, ഇടർച്ച. അവന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അറിവ് നിമിത്തം, ആ ജ്ഞാനം നിമിത്തം അവന് ക്രൂശിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യവനന്മാർക്ക് ഇത് ഭോഷത്വം എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം? യവനന്മാരുടെ ഇടയിൽ ഒരുപാട് ചിന്തകന്മാരുണ്ടായിരുന്നു. ഹോമർ, പ്ലേറ്റോ, പ്ലൂട്ടാർക്ക്, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെ കിടക്കുക. യവനന്മാരുടെ തത്വചിന്തയിൽ അവർ എഴുതി വെച്ചിരുന്നു, ദൈവമാണെങ്കിൽ യാതൊരുവിധ ഇമോഷൻസിനാൽ അഫക്റ്റഡ് ആകാൻ പാടില്ല. ദൈവം, God should not be feeling anything എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് സന്തോഷം ഉണ്ടാകാൻ പാടില്ല, ദൈവത്തിന് കോപം ഉണ്ടാകാൻ പാടില്ല. ദൈവമാണെങ്കിൽ സഫറിങ്, കഷ്ടത ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ 3 കാര്യങ്ങളും വെളിയിൽ നിന്നൊരാൾ ചെയ്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ അവർ നിന്നെക്കാട്ടി വലുതാവും. ഇപ്പൊ ദൈവം സങ്കടപ്പെടേണ്ടത് വന്നാൽ ആരോ സങ്കടപ്പെടുത്തിയെന്ന് അതിന്റെ അർത്ഥം. അവനപ്പ ദൈവത്തെക്കാട്ടി വലുതല്ലേ? നോയിക്കേ, തത്വചിന്തയെ നോയിക്കേ. തത്വചിന്തയിൽ പറയുന്നത് ഒരാൾ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് സന്തോഷം
ത്യാഗം, കഷ്ടത പാടില്ല. എല്ലാറ്റിലും മുകളിലായിരിക്കണം ദൈവം. ആ ദൈവത്തെ കഷ്ടപ്പെടുത്താൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. അപ്പോ ഒരു വലിയ ജ്ഞാനം ദൈവം ഇങ്ങോട്ട് അഴിച്ചു വിട്ടു. എന്തോ ജ്ഞാനമാണെന്നറിയാമോ? യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനമായവൻ ജഡമായി നടന്നപ്പോൾ അവന് ക്ഷീണിച്ചു, അവന് വിശന്നു, അവൻ കരഞ്ഞു. പോരാ, ആ വചനമായവൻ ജഡമായപ്പോൾ ക്രൂശിന്മേൽ കയറ്റി ക്രൂശിൽ പരസ്യ കോലമെന്ന വണ്ണം കഷ്ടമനുഭവിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ഇത് ദൈവമാണെന്നോ? ഒരിക്കലും സംഭവിക്കത്തില്ല. പൗലോസ് പറയുക, ദൈവത്തിന്റെ സ്വഭാവം കൊരിന്ത് വിശ്വാസികളെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ജ്ഞാനം. 1-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് സ്തോത്രാഴ്ചയിലേക്ക് പോകാം. 1-ന്റെ 25-ാമത്തെ വായിക്കാമോ? ദൈവത്തിന്റെ ഭോഷത്വം, ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ദൈവത്തിന് ഭോഷത്വമുണ്ടോ? ദൈവം ഭോഷനെ പോലെ പെരുമാറുമോ? എന്തുകൊണ്ടാ പറയുന്നത് ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വലുതെന്ന് പറഞ്ഞാൽ? കാരണം എന്താ? ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ ഭോഷത്വം എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് 2-ാമത്തെ അധ്യായം 14 വെച്ച. അതിന്റെ അർത്ഥം, ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ മനുഷ്യർ ചിന്തിക്കും ഇത് ഭോഷത്വമാണെന്ന്. മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ നോക്കുമ്പോൾ ഇത് ഭോഷത്വമാ ദൈവം കാണിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ച ഏറ്റവും വലിയ ഇടം എവിടാന്നറിയാമോ? ക്രൂശ്. ക്രൂശിലേക്ക് മനുഷ്യരാശി നോക്കിയപ്പോ പറഞ്ഞു, ദൈവത്തിന് തെറ്റുപറ്റി, ഇത് ദൈവത്തിന്റെ ഭോഷത്വമാ. പക്ഷെ ദൈവം, പൗലോസ് വിളിച്ചു പറയുന്നു, നിനക്ക് ഭോഷത്വമെന്ന് തോന്നുന്ന ക്രൂശുണ്ടല്ലോ, അത് മനുഷ്യന്റെ ജ്ഞാനത്തെ കാട്ടിൽ മീതെ ഉള്ളതാ. ഇത് അടിസ്ഥാനമാ. ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ചിന്ത പോലെയല്ല. നമ്മുടെ ചിന്തയിൽ ക്രൂശ് പരാജയമാ. നമ്മുടെ ചിന്തയിൽ കഷ്ടത പരാജയമാ. നമ്മുടെ ചിന്തയിൽ കഷ്ടത ശാപത്തിന്റെ ലക്ഷണമാ. ദൈവത്തിന്റെ ചിന്ത വേറെയാ. ദൈവത്തിന്റെ ചിന്ത ക്രൂശിൽ ദൈവം ശക്തിയെ പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ ചിന്തയിൽ ക്രൂശിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിച്ചു. 1 കൊരിന്ത്യർ 1-ന്റെ 26 മുതൽ 29 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുണ്ടായ സാഹചര്യം, ആ 1 കൊരിന്ത്യർ 1-ന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഭിന്നതയെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ്. 3-ാം അധ്യായം 3 മുതൽ പിന്നെയും പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് അകത്തുള്ള ഈർഷ്യയും പിണക്കവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ നടുവിലാണ് 1-ന്റെ 17 മുതൽ 3-ാം അധ്യായം 2 വരെ. ശരിക്ക് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ തോന്നും. ഭിന്നതയ്ക്കും ദൈവജ്ഞാനവും തമ്മിൽ എന്താ ബന്ധം? ഭിന്നതയെ കുറിച്ച് പറയുമ്പോ ഭിന്നതയെ കുറിച്ച് പറഞ്ഞു തീർത്താ പോരെ? പൗലോസിനറിയാം, ഭിന്നതയുടെയും ഈർഷ്യയുടെയും പിമ്പിലുള്ളത് ദൈവജ്ഞാനമല്ല, അത് ലോകജ്ഞാനമാണ്. ഈർഷ്യയുടെയും ഭിന്നതയുടെയും പിൻപിൽ ഇരിക്കുന്നത് 1 കൊരിന്ത്യർ 2-ന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് ലോകത്തിന്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കൊരിന്ത് സഭ പോലെ നമ്മുടെ സഭകളും വളർന്നു പന്തലിച്ചു. നമുക്ക് ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷനുകൾ ഇതെല്ലാം നടക്കുന്നു. എന്നാൽ ഇന്നത്തെ ചോദ്യം, നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാണോ അതോ നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമുള്ളവരാണോ? ഈ കൊരിന്തി ആൾക്കാർക്ക്
അവർക്ക് ജ്ഞാനം, ലോകജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? നോക്കിക്കേ, 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 1:12 വാക്യം ഒന്ന് വായിച്ചേ. ലോകജ്ഞാനത്തിന്റെ ലക്ഷണം 12-ാമത്തെ വാക്യത്തിലുണ്ട്. വായിക്കാമോ ഉറക്കെ? നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ ഒന്ന് നോക്കിക്കേ, സഭയ്ക്കകത്ത് കൃപാവരത്തിന് ഒരു കുറവുമില്ല, അന്യഭാഷയ്ക്ക് ഒരു കുറവുമില്ല. എന്നാൽ സഭയ്ക്കകം 4 ഭിന്നതയോടുള്ള ബന്ധത്തിൽ 4 പാർട്ടിയായിട്ടിരിക്കുക. അതിലൊരു കൂട്ടം ആളുകൾ പറയുന്നു അപ്പൊല്ലോസ് പിന്നല്ലേ വന്നത്, പൗലോസാണ് സഭ സ്ഥാപിച്ചത്, അതുകൊണ്ട് പൗലോസാണ് വലിയവൻ. വേറൊരു കൂട്ടം പറയുന്നു പൗലോസിന് സംസാരിക്കാൻ അറിയത്തില്ല. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിലും വായിച്ചിട്ടുണ്ട്, ഹി ഈസ് നോട്ട് ആൻ എലക്വന്റ് സ്പീക്കർ. അപ്പൊല്ലോസ് ആണ് വലിയ പ്രഭാഷകൻ. അപ്പൊല്ലോസിന്റെ പാർട്ടിയായി. 3-ാമത്തെ പാർട്ടിക്കാര്, കേഫാവിന്റെ പാർട്ടിക്കാര് പറയുന്നു പൗലോസുമല്ല അപ്പൊല്ലോസുമല്ല, ഞങ്ങൾക്ക് നേരെ കേന്ദ്രവുമായി ആ ബന്ധം, എല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന്, യെരുശലേം പാർട്ടിക്കാരാ ഞങ്ങൾ. 4-ാമത്തെ ഒരു പാർട്ടിയുണ്ട്, അവരെ തന്നെ വിളിക്കുന്നത് യേശുവിന്റെ പാർട്ടിക്കാർ. പക്ഷെ അതും ഒരു പാർട്ടിയാ എന്ന് ഇന്ന് രാത്രി മറക്കരുത്. സഭയിൽ 4 പാർട്ടി. ഇത് ലോകജ്ഞാനത്തിന്റെ ലക്ഷണമാ. ഒരാൾ വേറൊരാളെ കമ്പയർ ചെയ്യിപ്പിച്ച് ഞാൻ കഴിഞ്ഞ 10 വർഷം ചെയ്തത് നോക്ക്, അവരെക്കാട്ടിൽ ശ്രേഷ്ഠമാ ഞാൻ ചെയ്തത്. ഇത് ലോകജ്ഞാനമാ, ഇത് ലോകത്തിന്റെ ആത്മാവാ. എത്ര അന്യഭാഷ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് നമ്മൾ മറന്നു പോകരുത്. ഈർഷ്യയും പിണക്കവും പേർ പറയുന്നുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ ജ്ഞാനമല്ല, അത് ദൈവത്തിന്റെ ആത്മാവല്ല, അത് ലോകത്തിന്റെ ആത്മാവാണ്. അവർ ഭിന്നതയുണ്ടായി, അവരുടെ ഇടയിൽ ഭിന്നത. ഈ ഭിന്നത ലോകജ്ഞാനം ഇന്നുള്ള നമ്മളായിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ലോകജ്ഞാനം കയറിയവർ എന്തോ പറഞ്ഞാന്നറിയാമോ പ്രശംസിക്കാൻ പോകുന്നത്? 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 1:15 വാക്യം. ആകയാൽ ഞാൻ സ്നാനം കഴിപ്പിച്ചത് എന്റെ സ്വന്തം നാമത്തിലാണ് എന്ന് നിങ്ങൾ ആർക്കും പറവാൻ സാധ്യമല്ല. സ്തേഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാന് ഇതുവരെയായിട്ടും അധികം ആൾക്കാരെ, ശുശ്രൂഷകന്മാരെ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല. പൗലോസ് എന്താണെന്നറിയാമോ പറയുന്നത്? I did not baptize any of you except Crispus and Gaius. ക്രിസ്മസിനെയും ഗായസിനെയും ഞാൻ സ്നാനം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്തേഫാനോസിന്റെ ഭവനക്കാരെയും. അതിൽ കൂടുതൽ ഞാൻ ആരെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്തു. ഞാൻ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ ആൾക്കാരും ഞാൻ ഇത്രയും പേരെ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നതിൽ അഭിമാനം കാണുന്നവരെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ വിവാഹ ശുശ്രൂഷ നടത്തുന്നയാള് പറഞ്ഞു, ഇതെന്റെ 3245-ാമത്തെ കല്യാണമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഇത് ലോകജ്ഞാനമാണ്, ഇത് ലോകത്തിന്റെ ആത്മാവാണ്. പൗലോസിന് മനസ്സിലായി, ദൈവജ്ഞാനം ഒരാളിൽ വന്നാൽ ഞാൻ നിമിത്തം ഭിന്നത ഉണ്ടാകരുത്. ഇതിപ്പം കല്യാണത്തിന് മാത്രമല്ല, ഫ്യൂണറലിനും നമ്മൾ പുകഴാറില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പുകഴ്ന്ന് കേട്ടു, ഫ്യൂണറൽ വളരെ അനുഗ്രഹം, ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു, ഏകദേശം 400 കാറോളം ഉണ്ട്, ഇന്നാളാ ഫ്യൂണറൽ നടത്തിയത്. ഇതിലും പ്രശംസിക്കുകയല്ലേ? ഈ പ്രശംസ ലോകത്തിന്റെ പ്രശംസയാ. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയാ. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് വ്യത്യസ്തമായ ഒരു നടപ്പിന് വേണ്ടിയാ. രാത്രി അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? കാലാകാലങ്ങൾക്ക് മുമ്പ്, 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് ഇറാനിലൂടെ സുവിശേഷകർ പാഞ്ഞപ്പോൾ നമ്മളിൽ ചിലരുടെ വീടുകളിലേക്ക് അവരെ അയച്ചത് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തുദ്ദേശമെന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം
ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ നമ്മൾ പുകഴരുത്, ഒന്നിനെ കുറിച്ചും പുകഴരുത്, അതിനാ നമ്മളെ തെരഞ്ഞെടുത്തത്. The moment we boast, എപ്പോഴാണോ നമ്മൾ പുകഴാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാണ്. കാലാകാലങ്ങളിലായി ശുശ്രൂഷകന്മാരെ ദൈവം അയച്ചു, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മളെ സ്നാനപ്പെടുത്തിയവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിവാഹം നടത്തിയവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുക. എന്നാൽ ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നിനക്കും എനിക്കും വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കിയാലേ നമ്മൾ പുകഴാതിരിക്കത്തുള്ളൂ. അതിനാ പൗലോസ് ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടുവന്നത്. ദൈവത്തിന്റെ ജ്ഞാനം സുവിശേഷത്തിൽ കാണാം. ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കാണാം. സുവിശേഷത്തിൽ മാത്രമല്ല, ക്രൂശിൽ മാത്രമല്ല ദൈവത്തിന്റെ ജ്ഞാനം കാണുന്നത്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോ ദൈവത്തിന്റെ ജ്ഞാനം കണ്ടില്ലേ? നിങ്ങളെ തന്നെ ഒന്ന് ഇന്ന് തിരിച്ചു പോകുമ്പോ മിററിലൊന്ന് നോക്കണം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് വലിയ അത്ഭുതമല്ലേ ദൈവമക്കളെ? അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞു പിടിച്ചെന്ന. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞു പിടിച്ചു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ. അടുത്ത ആ പദം മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല അധികം. അടുത്ത പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ. ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുള്ളാ. The things that are not എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വീക്ഷണത്തിൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. ഇങ്ങനെയുള്ളവരെ ദൈവം തെരഞ്ഞെടുത്തു. കാരണം അവരിലൂടെ ഈ ശക്തി ഒന്ന് പ്രദർശിപ്പിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പെന്തക്കോസ്ത് മാർഗത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കണമേ. പെന്തക്കോസ്ത് നാളിന്റെ ആദ്യ കാലങ്ങളിൽ പരിഹസിച്ചവരില്ലേ, പറഞ്ഞവരില്ലേ? തുള്ളാൻ പോകുന്നു, കപ്പയും മീനും കഴിക്കാൻ പോകുന്നു, നമുക്കൊന്നും പറ്റിയതല്ലത്. അവിടൊക്കെ പോയിരുന്ന് തറയിലിരുന്ന് എന്നെ നോക്കി ഞങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബി ലൈക്ക് ഹിം ഇൻ എവ്രി വേ. ഇവരെ പോലെ ആകണം എല്ലാ രീതിയിലും. പക്ഷെ പെന്തിക്കോസിൽ പോവല്ലേ. കാരണം പെന്തിക്കോസിൽ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന് നാട്ടിലെല്ലാം പരത്തിയില്ലേ? പെന്തിക്കോസ്തിൽ പോകുന്നവർ എല്ലാ രീതിയിലും പരാജയപ്പെട്ടവരാ എന്ന് പടർത്തിയില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനുള്ളവരെ ദൈവം തെരഞ്ഞു പിടിക്കുകയായിരുന്നു. അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു. മനുഷ്യർ നോക്കിയപ്പോൾ ബലഹീനരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നു. അതങ്ങനെ സംഭവിച്ചതല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. ദൈവം തെരഞ്ഞെടുത്തു. ഇറാനിയിൽ ദൈവം തെരഞ്ഞെടുത്തു. എനിക്ക് ബലഹീനനെ വേണം, എനിക്ക് കുലഹീനനെ വേണം, മനുഷ്യർ വകവെക്കാത്തതിനെ എനിക്ക് വേണം. അവനിലൂടെ എന്റെ ജ്ഞാനം ലോകം കാണട്ടെ. ദൈവം ഒരിക്കൽ മാത്രമല്ല അത് ചെയ്ത് കേട്ടോ, ചരിത്രത്തിൽ മുഴുവൻ ദൈവം ചെയ്തു. ഒരു ഷൂ വിൽപ്പനക്കാരനായിരുന്നു D.L. മൂഡി. കേട്ടിട്ടുണ്ടോ? ഒരു നൂറ്റാണ്ടിന്റെ തന്നെ പ്രഭാഷകൻ, ഷൂ വിൽപ്പനക്കാരനാണ്. അവനിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ സുവിശേഷത്തിൽ ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്നു. അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഷൂ വിൽപ്പനക്കാരനല്ല, ചെരുപ്പ് കുത്തിയായിരുന്നു. ആധുനിക സഭയുടെ മോഡേൺ മിഷണറി, ഫാദർ ഓഫ് മോഡേൺ മിഷൻസ്, വില്യം കേരി എന്നറിയപ്പെടുന്ന ദൈവദാസൻ ചെരുപ്പ് കുത്തിയായിരുന്നു. അവനെ സ്നാനപ്പെടുത്തിയ പാസ്റ്ററിന്റെ ഡയറിയിൽ എഴുതി, ടുഡേ ഐ ബാപ്റ്റൈസ്ഡ് ആൻ ഓർഡിനറി ഷൂ മേക്കർ. സ്നാനപ്പെടുത്തിയവൻ അറിയത്തില്ലായിരുന്നു ഈ വില്യം കേറി ആരാകാൻ പോകുക. അവൻ എഴുതി, സാധാരണക്കാരനായ ഒരു ചെരുപ്പ് കുത്തിയെ ഞാൻ ഇന്ന് സ്നാനപ്പെടുത്തി. ഈ ചെരുപ്പ് കുത്തി ആരായി തീർന്നു? നമ്മുടെ മണ്ണിൽ വന്ന്
40 ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജിമപ്പെടുത്തിയ അത് ദൈവത്തിന്റെ ജ്ഞാനമാകട്ടോ. ഇന്ന് രാത്രി ഈ ക്രൂശിന്റെ ശക്തി ഈ പന്തലിലുണ്ട്. നിന്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല, നിന്റെ ത്വക്കിന്റെ കളർ വിഷയമല്ല. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ അഭിഷേകം ഈ പന്തലിൽ ചലിക്കുന്നു. നിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിച്ച് ഈ ക്രൂശിന്റെ ഒരു സാക്ഷിയാക്കി തീർക്കുവാൻ തലമുറകളെ നോക്കി പറയേണ്ടത് ലോകജ്ഞാനമല്ല അവനിൽ കൊടുക്കേണ്ടത്. അവൻ എഞ്ചിനീയറായി തീരുമ്പോഴല്ല ക്രൂശിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. അവൻ യേശുവിന്റെ ഒരു സാക്ഷിയാകുമ്പോൾ, അവൻ കൈകൊട്ട് പ്രാർത്ഥിക്കുന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കുമ്പോൾ അവനിൽ ക്രൂശിന്റെ ശക്തി വെളിപ്പെടുന്നു. ഈ ഒരു വെളിപ്പാട് നിന്റെ അകത്ത് ദൈവം ഇന്ന് രാത്രി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ചിന്ത പോലെ അല്ല. അത് ക്രൂശിന്റെ സന്ദേശത്തിൽ കാണാം, തെരഞ്ഞെടുപ്പിൽ കാണാം. ഇവരിൽ ലോകജ്ഞാനം വെളിപ്പെട്ട രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്. ഇത് പറയാതെ പോകാൻ ഒക്കത്തില്ല. ലോകജ്ഞാനം കയറുമ്പോൾ തമ്മിൽ പോരാട്ടത്തിന് വിളിക്കും. 5-ാം അധ്യായത്തിൽ ലോകജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമുണ്ട്. നോയിക്കേ, 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 5:1 വേഗത്തിൽ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നപ്പോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതേതാ സഭ? സഭ കൊരിന്ത. ആരായിരുന്നു പാസ്റ്റർ? പാസ്റ്റർ പൗലോസ് ആയിരുന്നു. കൃപാവരം ഉണ്ടോ? കൃപാവരം ഉണ്ട്. ഇപ്പൊ ഇന്നുള്ള ആൾക്കാർ പറയുന്ന പോലെ ലോക്കൽ പാസ്റ്റർ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി യുവാവിനെ വിളിച്ചപ്പോ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പ്രവാചകന് വെളിപ്പെട്ടില്ലല്ലോ, പിന്നെ പാസ്റ്റർ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്? കൃപാവരമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു വലിയ പ്രശ്നം, കൊരിന്തിൽ കേൾക്കാത്ത പാപം ഇതിനകത്ത് വെച്ചോണ്ടിരിക്കുക. ഇതെന്താണെന്നറിയാമോ? ഇത് ലോകജ്ഞാനമാ. 2 കാരണത്താലായിരിക്കാം ഈ വ്യക്തി അകത്ത് വെച്ചോണ്ടിരുന്നത്. സഭക്കാർക്കെല്ലാം അറിയായിരുന്നു. സഭ അവനെ കുറിച്ച് എന്താണെന്നറിയാമോ? 5-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആൻഡ് യു ആർ പ്രൗഡ്. നിങ്ങൾ ഇവനെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾ നിഗളിച്ചിരിക്കുക. 2 കാരണങ്ങൾ കാണും ഇവനെ സഭയ്ക്കകത്ത് വെച്ചോണ്ടിരുന്നത്. എന്തായിരിക്കും എന്നറിയാമോ? 1, ഇവൻ ഒരുപക്ഷെ ധനികനായ മനുഷ്യനായിരിക്കാം. ഇവനെ പറഞ്ഞു വിട്ടാൽ ദശാംശം കുറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ലോകജ്ഞാനക്കാർ ഇവനെ അകത്ത് വെച്ചത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 2-ാമത്തെ കാര്യം, 30 പേരെ ഉള്ളൂ. ഇവനെ പറഞ്ഞു വിട്ട 5 പേര് സഭയിൽ നിന്ന് പോകും, 25 ആവും. രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. 2 രീതിയിൽ സഭാ വളർച്ച ഉണ്ടാകും. 1, പാപത്തെ താലോലിച്ച് യാതൊരു വിധത്തിലും വചനത്തിന്റെ ശിക്ഷണമില്ലാതെ ഏതു വഴിയെ പോകുന്നോ ആ വഴിയെ കൊണ്ടുപോകുന്ന ഒരു വളർച്ച. അത് നമുക്ക് വേണ്ട. ഇന്ന് രാത്രി ദൈവജ്ഞാനമുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കണം. പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ ധൈര്യം കാണിക്കുന്നവർ, പാപനിമിത്തം 2 പേർ നഷ്ടപ്പെട്ടാലും അവർ പോകട്ടെ എന്ന് പറയുവാൻ ധൈര്യമുള്ളവർ. ഇപ്പൊ നമ്മള് വന്നെത്തിയിരിക്കുന്ന ഈ കാലം ന്യൂ ജെന്നിന്റെ കാലമാണ്. ന്യൂ ജെൻ ഫോണൊക്കെ ഇപ്പോൾ ഓൾഡ് ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്, പഴയ നോക്കിയ ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്, EMI ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ പിള്ളേർ പറയും, ചേഞ്ച് ദ ഫോൺ. ന്യൂ ജെൻ. ന്യൂ ജെന്നിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂ ജെന്നിനകത്ത് വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതുപോലെ ഇപ്പം ന്യൂ ജെൻ എന്ന് പറയുന്ന സഭകളും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞായറാഴ്ച ഒരു വ്യക്തിയോട് സംസാരിച്ചു. എത്ര മണിക്കാ ചർച്ചിൽ പോകുന്നത്? നിങ്ങളുടെ സർവീസ് 9 മണിക്കല്ലേ? ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞു, അതേ പാസ്റ്റർ, ഞാനിപ്പോ പഴയ സഭയിലല്ല പോകുന്നത്. ഞാൻ പറഞ്ഞു, എന്തോ പറ്റി, എന്താ സംഭവം അറിയേ? അതെ, പാസ്റ്റർ എല്ലാ ആഴ്ചയിലും പറയും, ഇനിയും 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും, ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ 10 മിനിറ്റ് എടുക്കുമെന്ന് 10 പ്രാവശ്യം പറയും. സമയത്തിന് നിർത്തത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആ സഭയിൽ പോകുന്നില്ല. എന്താ സഭ മാറാൻ കാര്യം? സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി സഭയിൽ പോകുന്നില്ല.
വേറെ കുറച്ച് പേര് പറയുന്നു, ഓ ഇവിടെ പോയാൽ തറയിരിക്കണം, അവിടെ പോയാൽ കസാരയിരിക്കാം. കസാരയിരിക്കാൻ വേണ്ടി സഭ മാറല്ലേ? സമയത്തിന് തീരുമെന്ന് കണ്ട് സഭ മാറല്ലേ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. രാവിലെ 9:30 യോഗം തുടങ്ങി 3:30 വരെ പോയ ആരാധനയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ദൈവശക്തി. പരിഷ്കരണത്തിന്റെ പുറകെ പോകരുതേ. ക്രൂശില്ലാത്ത എല്ലാ പരിഷ്കരണവും എല്ലാ വളർച്ചയും ഈ പുസ്തകത്തിന് ചേർന്നതല്ല. ഇറാനിൽ ദൈവം ഒരു കൂട്ടരെ അന്വേഷിക്കുന്നു. ആ കൂട്ടരായി തീരാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ ജ്ഞാനമുള്ള കൂട്ടം, തമ്മിൽ പോരടിക്കാത്ത കൂട്ടം, പാപത്തെ താലോലിക്കാത്ത കൂട്ടം. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഇതെല്ലാം നടന്നത് കേട്ടോ. പാപത്തെ താലോലിച്ചതും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പറയും ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ്സ്. നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഫാസൺ ചെയ്യുക, കാരണം ടെർബുലൻസ് ഉണ്ടാവും. അതുപോലെ ലെറ്റ് മീ ആസ്ക് യു ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ്സ്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ 1 കൊരിന്ത്യരിൽ എഴുതിയ കാര്യങ്ങളായി പറയുന്നത്. 6-ാം അധ്യായത്തിൽ ഈ ലോകജ്ഞാനം അങ്ങോട്ട് കേറിയാൽ എന്തോ പറ്റുമെന്നറിയാമോ? 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഇത് വീട്ടിൽ ബാക്കി വായിക്കാം. ഇത്ത പ്രശ്നം ഇതേ ഉള്ളൂ. 2 പേരും ഒരു സഭയില, 2 പേരും ഒരു സംഘടനയില. പക്ഷേ 2 പേരും കൂടെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി നിൽക്കുക. ഞങ്ങളുടെ കേസൊന്ന് തീർത്തു തരണമേ. ഭയങ്കര മിടുക്കനാ, അതുകൊണ്ടാ പോയി നിൽക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയാലേ ഒക്കത്തുള്ളൂ. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇത് ജ്ഞാനം പുസ്തകത്തിലെ ജ്ഞാനമല്ല, ഇത് ലോകത്തിന്റെ ജ്ഞാനമാ, ഇത് ലോകത്തിന്റെ ആത്മാവാ. പൗലോസ് എന്താ പറഞ്ഞെന്നറിയാമോ? 7-ാമത്തെ വാക്യം, അടിവരയിട്ടില്ലെങ്കിൽ അടിവരയിടണം. 6-ന്റെ 7-ാമത്തെ വാക്യം വായിക്കാമോ? നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത്. ഒന്ന് നിൽക്കണേ. നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ അന്യായം സഹിക്കണം. ഈ അന്യായം സഹിച്ചതിന്റെ മാതൃക ആരാ? യേശു. ആ ക്രൂശ് നോക്കിയാ മതി. അതൊരു വലിയ ജ്ഞാനമാ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനു വേണ്ടി അവൻ നമ്മൾക്കായി പാപമാക്കി തീർത്ത ഒരനുഭവമാ ക്രൂശ്. ഗലാത്യലേഖത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. മനുഷ്യർ നോക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റിന് അവൻ അനുഭവിക്കുന്നു. എന്നാൽ ഉയരത്തിലെ ജ്ഞാനമുള്ളവർ ഇന്ന് പന്തലിൽ ഉണ്ടെങ്കിൽ കേസിന്റെ പുറകെ പോകരുത്. ക്രൂശിൽ കടന്ന യേശു പറഞ്ഞതുപോലെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതാ ക്രൂശിന്റെ ശക്തി, അതാ ക്രൂശിന്റെ ശക്തി. നിന്റെ കേസിൽ വിജയിപ്പിക്കുമെന്ന് പറയുന്നതല്ല ക്രൂശിന്റെ ശക്തി. ക്രൂശിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നീ കേസിന് പോകരുത് എന്ന് പറയുന്നതാ ക്രൂശിന്റെ ശക്തി. ഇങ്ങനൊരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുന്നു. ഉയരത്തിലെ ജ്ഞാനമുള്ളവർ, ക്രൂശിൽ കണ്ട മാതൃക വെളിപ്പെടുത്തുന്നവർ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ക്രൂശ് നിങ്ങൾക്ക് എന്താ ദൈവമക്കളെ? പലർക്കും ക്രൂശ് ആദായത്തിനു വേണ്ടി ഉപകരിക്കുന്ന, അവരുണ്ടാക്കി വിൽക്കുന്ന ഒരു വസ്തുവാ ക്രൂശ്. ചിലർക്ക് ക്രൂശ് ഒരലങ്കാര വസ്തുവാ. അവരുടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന അലങ്കാര വസ്തു, ആദായ സൂത്രത്തിന് ഉപയോഗിക്കുന്നു അലങ്കാര വസ്തു. ചിലർക്ക് ക്രൂശ് അവരുടെ കയ്യിൽ പിടിക്കുന്ന അധികാരത്തിന്റെ ചിഹ്നമാ ക്രൂശ്. പെന്തിക്കോസ്തുകാരായ നമുക്ക് ക്രൂശ് സാധാരണഗതിയിൽ എന്താണെന്നറിയാമോ? നമ്മുടെ അനുഗ്രഹത്തിനുള്ള ഉപാധിയാ ക്രൂശ്. ക്രൂശ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വലിയ സന്തോഷം വരും. കാരണം നമ്മുടെ പാപമെല്ലാം ക്രൂശിൽ തീർത്തു, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കി. ഇത് സംഭവം നടന്നതാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ക്രൂശ് അനുഗ്രഹത്തിനുള്ള ഉപാധി മാത്രമല്ല. ക്രൂശ് എങ്ങനെ ക്രിസ്തു ഭക്തൻ
ജീവിക്കണമെന്നുള്ളതിന്റെ ഒരു നിർവചനം കൂടിയാ ക്രൂശ്. യേശു പറഞ്ഞത് അനുദിനം ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്ക്. അങ്ങനെ അനുവദിക്കുന്നവരെ, അനുഗമിക്കുന്നവരെയാണ് പുസ്തകം വിളിക്കുന്നത്. ഇവൻ യഥാർത്ഥ ശിഷ്യനാ, അവൻ ഉയരത്തിലെ ജ്ഞാനമുള്ളവനാ. ക്രൂശിൽ യേശു ചെയ്തതുപോലെ ഇന്ന് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അപ്പോഴാ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വേർപെടുന്നത് കേട്ടോ. നമ്മൾ പലരും വേർപാട് മനസ്സിലാക്കിയത് എന്താണെന്നറിയാമോ? കൊരിന്ത് ആൾക്കാർ മനസ്സിലാക്കിയത് പോലെയാ. 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കൊരിന്ത് ആൾക്കാർ മനസ്സിലാക്കി വേർപാട് എന്താന്ന്. ഒന്ന് വായിച്ചേ, 5:9. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. നമ്മളെല്ലാം ഓർത്തു വിശുദ്ധി വേർപാടെന്ന് പറഞ്ഞപ്പോ പൗലോസ് കൊരിന്ത് ആൾക്കാരോടും പറഞ്ഞു ദുർനടപ്പുകാരോട് സംസർഗം അരുത്. മീൻ മാർക്കറ്റിൽ പോയി നിൽക്കുമ്പോ ഇച്ചിരി മാറി നിൽക്കുക, കാരണം പുള്ളിയുടെ കൈ സിഗരറ്റ് കണ്ട് ഇച്ചിരി മാറി നിൽക്കുക. അയ്യോ, പൗലോസ് പറഞ്ഞത് മാർക്കറ്റിൽ കാണുന്നവരിൽ നിന്ന് മാറി നിൽക്കാനല്ല, കൂടെ ആരാധിക്കുന്നവരിൽ ഭിന്നതയുണ്ടെങ്കിൽ ഇച്ചിരി മാറി നിൽക്കാനാ പറഞ്ഞേ. ദുർനടപ്പുകാരൻ സഭയിൽ ഇരിക്കുമ്പോൾ അവനിൽ നിന്ന് നീ മാറാനാ പറഞ്ഞത്. ലോകത്തിലേക്ക് സാക്ഷ്യമായി നമ്മൾ ഇറങ്ങി പോകേണ്ടവരാ. നമുക്ക് പറ്റിയ ഒരു വലിയ വലിയ അബദ്ധം, we failed in our witnessing. അയൽവക്കക്കാരോട്, ഈ ലോകത്തിലുള്ളവരോട് ക്രൂശിനെ പ്രദർശിപ്പിക്കേണ്ടവർ എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് രാവിലെ മുതൽ ഇരിക്കുക, കൂട്ടായ്മ ഇരിക്കുക. കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരുന്നു കഴിച്ചു വന്നു. ഇത് കൊരിന്തിലുണ്ടായി. സഭയ്ക്കകത്തുള്ളവരെ വിധിക്കുക, ലോകത്തിലുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? പൗലോസ് പറയുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇറാനിയിൽ ഉപ്പായി തീരാൻ വിളിക്കപ്പെട്ടവരാ ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇറാനിയിൽ വെളിച്ചമായി തീരാൻ വിളിക്കപ്പെട്ടവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിച്ച ആ വാക്യത്തിൽ നമ്മുടെ വിളിയെ നമ്മൾ കണ്ടു. മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താ നമ്മുടെ വിളിയുടെ ഉദ്ദേശം? 1 കൊരിന്ത്യർ 1:26 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം എടുക്കാം. 1 കൊരിന്ത്യർ 1:26 വായിക്കാമോ? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ദൈവം ഭോഷത്വമായതിനെ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും നാളായല്ലോ ദൈവഭാഗത്ത് വന്നിട്ടിട്ട് ലജ്ജിപ്പിച്ചോ? എന്നിട്ട് ഞാൻ അടുത്ത പറയുന്ന വാക്ക് വേണേ എഴുതിയിട്ടോണേ. ലജ്ജിപ്പിക്കാൻ വിളിച്ചവർ ലജ്ജിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായത്. എന്തിനാ നമ്മളെ വിളിച്ചതെന്നറിയാമോ? നമ്മൾ ഭോഷന്മാരായതുകൊണ്ട് വിളിച്ച ബാബാ സഭയിൽ വാ, നീ പൊങ്ങത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നിന്നെ എടുത്തിരിക്കുക, നീ ലജ്ജിപ്പിക്കണം മറ്റുള്ളവരെ. എങ്ങനെ ലജ്ജിപ്പിക്കണം? അവൻ അതിർത്തർക്കത്തിന് വരുമ്പോ അവനോട് പറയണം, എൻ്റെ സഹോദര, ഞാൻ കേസിനും വഴക്കിനും ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയത് എടുക്കുക. ലജ്ജിപ്പിക്കണം നീ അവനെ. നീ മത്സരിക്കാൻ നിൽക്കരുത്. പാർട്ടി സ്പിരിറ്റ് പറഞ്ഞോണ്ട് വരുമ്പോ കഴിഞ്ഞ 30 വർഷം ഞാൻ ഇവിടെ ചെയ്തത് മറക്കാനൊക്കത്തില്ല, എനിക്കെല്ലാരും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പം ലജ്ജിപ്പിക്കണം അവനെ. എങ്ങനെ? ഞാൻ മത്സരിക്കുന്നില്ല. ഒരാള് സ്തോത്രം പറഞ്ഞില്ല. അങ്ങനെ ലജ്ജിപ്പിക്കേണ്ടത്, അല്ലാതെ പോരിന് വിളിച്ചല്ല ലജ്ജിപ്പിക്കേണ്ടത്. അത് മാർക്കറ്റിൽ കാണുന്നല്ല, അത് മാർക്കറ്റിൽ കാണുന്ന ജ്ഞാനമാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ കാണുന്ന ജ്ഞാനമാ അത്. 30 വർഷത്തെ പാഠവും പറയുമ്പോൾ 35 വർഷത്തെ പാഠവും പറഞ്ഞ് അവനെ പോരിന് വിളിക്കുന്നത് ഉയരത്തിലെ ജ്ഞാനമല്ല, അത് ലോകത്തിന്റെ ജ്ഞാനമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അംശം ഈ വായുവിലുണ്ടെങ്കിൽ വചന ശുശ്രൂഷയാൽ ഇന്നത് മാറട്ടെ, ഇന്നത് മാറിപ്പോകട്ടെ. ഈ പെനിയേൽ ഗ്രൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള ലോക ചിന്തയ്ക്കും സ്ഥാനമില്ല. ഈ പെനിയേൽ ഗ്രൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള ലോകത്തിന്റെ ആത്മാവിനും സ്ഥാനമില്ല.
ഇത് അന്യഭാഷ പറയുന്ന കൂട്ടം, ഇത് കൃപാവരമുള്ള കൂട്ടം, ഇത് ഐക്യതയുള്ള കൂട്ടം, ഇത് ക്രൂശിനെ വെളിപ്പെടുത്തുന്ന കൂട്ടം. അതിനുള്ളൊരു വിളിയാ കേട്ടോ. കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഐക്യതയുണ്ടോ? അതോ നമ്മുടെ കുടുംബത്തിലെ ബഹളം കേട്ട് അപ്പുറത്തുകാർ വന്ന് പറയാണോ, സഹോദര പ്രാർത്ഥനയൊക്കെ കൊള്ളാം, ഈ തമ്മിലടി ഒന്ന് നിർത്താവോ? നമ്മൾ ലജ്ജിക്കപ്പെട്ടില്ലേ പലയിടത്തും? ലജ്ജിപ്പിക്കാൻ വിളിച്ചവരാ. എങ്ങനെ? എല്ലാരും കുടുംബ കോടതി കയറി ഇറങ്ങുമ്പോൾ റാന്നിയിൽ ഒരു കൂട്ടം ആൾക്കാരെ നോക്കി ലോകം പറയണം, ഇവരിൽ ഒരാൾ പോലും കുടുംബ കോടതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അതെങ്ങനെ? വിവാഹാലോചന വരുമ്പോഴേ എത്ര കിട്ടും? അവസാനം ശരിക്ക് കിട്ടിയില്ലേ? പലിശ സഹിതം കിട്ടിയില്ലേ? വിവാഹം ആലോചിക്കുമ്പോൾ ആലോചിക്കണം, ഉയരത്തിലെ ജ്ഞാനമുണ്ടെങ്കിൽ ക്രൂശിനെ വെളിപ്പെടുത്തുന്ന ഒരു സഹോദരനെയാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. ഇപ്പം പലയിടത്തും അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട്. പെന്തിക്കോസിലെ യൗവനക്കാരിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു, ബ്രാക്കറ്റിൽ ശുശ്രൂഷകന്മാർ ഒഴികെ, പാസ്റ്റർമാർ ഒഴികെ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. പാസ്റ്റർമാരുടെ സാക്ഷ്യം പോയതാണോ അതോ വിശ്വാസികൾക്ക് പാസ്റ്റർമാരുടെ ശുശ്രൂഷ മനസ്സിലാകാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ക്രൂശിലെ ആ ജീവിതം ജീവിക്കണമെങ്കിൽ ത്യാഗത്തിന്റെ ജീവിതമാണ്. യൗവനക്കാരികളോട് ഞാൻ പറയാം, ചാലഞ്ച് യു, മാരി എ പാസ്റ്റർ. ഒരു ശുശ്രൂഷകനെ വിവാഹം കഴിക്കുക, ഒരു ശുശ്രൂഷകന്റെ കൂടെ പോയി സുവിശേഷം പറ. D.L. മൂഡിയുടെ ദൈവം നമ്മുടെ ദൈവമാ, വില്യം കേരിയുടെ ദൈവം നമ്മുടെ ദൈവമാ. ജ്ഞാനികളെ അല്ല ആവശ്യം, ഭോഷന്മാരെയാണ് ആവശ്യം. ഇന്ന് ഈ പന്തലിൽ ഭോഷന്മാരുണ്ടോ? ദൈവം പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ഭോഷന്മാരുണ്ടോ? വഴക്കുകൾ നിർത്തുവാൻ ഇവിടെ ഭോഷന്മാരുണ്ടോ? പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ ഇവിടെ ഭോഷന്മാരുണ്ടോ? ലോകത്തിന്റെ മുമ്പിൽ ഒരു ഭോഷനായിരിക്കാം ദശാംശം കുറയുമ്പോൾ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്താ നമ്മൾ പാടിയത്, എന്നും ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ഈ സെന്റർ കൺവെൻഷൻ നടക്കുമ്പോൾ ശ്രേഷ്ഠന്മാരായ ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. ഉയരത്തിലെ ജ്ഞാനമുള്ള ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. ഉയരത്തിലെ ആത്മാവുള്ള ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. ഇന്ന് രാത്രി ഈ ക്രൂശിന്റെ സഹനത്തിന്റെ ശക്തി ഈ പന്തലിനകത്ത് തളം കെട്ടി നിൽക്കുകയാണ്. നിങ്ങളിൽ ചിലരുടെ അകത്ത് അനേക നാളുകളായുള്ള പക, വിദ്വേഷം വചന ശുശ്രൂഷയാൽ അലിഞ്ഞു മാറുന്ന രാത്രിയാണിത്. അനേകർ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ ഒക്കാത്തത്, എന്നാലും എനിക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് രാത്രി വചനത്താൽ മെഴുക് ഉരുകുന്നത് പോലെ ചിലരുടെ ഹൃദയത്തിൽ നിന്നും പകയെ ദൈവം ഉരുക്കുന്ന ഒരു രാത്രിയാണിത്. ഈ സന്ദേശത്തെ സമാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ആവേശഭരിതരാക്കിയുള്ള ഒരു കാര്യത്തിനല്ല എൻ്റെ ശ്രമം. ഇവിടെ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ ഒരു ആഹ്വാനം ഞാൻ തരാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനത്തെ പോലെ ഒരു ഭോഷനായി ഞാൻ ചിത്രീകരിക്കപ്പെട്ടാലും സാരമില്ല, എനിക്ക് ദൈവമുമ്പാകെ വലിയവനാകണം. അതിനുവേണ്ടി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ആ ശക്തി വരണം എന്നാഗ്രഹമുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുമല്ല, ഈ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ ഒന്ന് ഇറങ്ങി വരണം. ഈ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി എന്റെ സാഹചര്യങ്ങളിൽ ഒന്ന് ഇറങ്ങി വരണം. അങ്ങനെ പ്രാർത്ഥനയുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും കണ്ണുകളെ ദൈവസ്ഥലടയ്ക്കാം. ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിൽ വന്നിട്ടുണ്ട്. ക്രൂശിന്റെ സാക്ഷികൾ ഈ പന്തലിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ക്രൂശിന്റെ സാക്ഷികൾ ഇതിനകത്തു നിന്നും
തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന ക്രൂശിന്റെ ശക്തി ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ട്. ഛിന്ന ഭിന്നമായി പോയ നിന്റെ കുടുംബത്തെ യോജിപ്പിക്കുന്ന ക്രൂശിന്റെ ശക്തി ഇന്ന് ഈ പന്തലിനകത്തുണ്ട്. നിനക്ക് ആവശ്യമുള്ള രോഗം, ഇന്ന് രോഗശാന്തിയുടെ വരം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്നുണ്ട്. വിശ്വസിച്ച അധരങ്ങളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? എല്ലാവരും അധരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്യാമോ? കണ്ണുകൾ അടച്ച് അതാത് സ്ഥാനങ്ങളിൽ കൈകൾ കൊട്ടിയൊന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് തളം കെട്ടി നിൽക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ.